ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവപുരാണത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് തുളസീദേവിക്കുണ്ടായ ഒരു ശാപവും, ദേവിക്ക് ലഭിച്ച ഒരു ശാപവും, അതുപോലെ തന്നെ മഹാവിഷ്ണുവിനും ഒരു ശാപം ലഭിച്ചു. സാളഗ്രാമം എങ്ങനെയാണ് മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു പ്രതിരൂപമായി മാറിയത്, ഇക്കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ കഥയിലൂടെ വിശദീകരിക്കുന്നത്. സാളഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ്, തുളസീദേവിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ലഭിച്ചത്, ദേവിക്ക് എങ്ങനെയാണ് ഈ ശാപം ലഭിച്ചത്, ഇക്കാര്യമൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരിൽ ഒരുവളായിരുന്നു ധനു. അതിസുന്ദരിയായിരുന്നു ധനു. ധനുവിന് ധാരാളം പുത്രന്മാരുണ്ടായി. അതിൽ ഒരാളായിരുന്നു വിപ്രചിത്തി. ഈ വിപ്രചിത്തി മഹാബലവാനും പരാക്രമശാലിയുമായിരുന്നു. അയാൾക്കൊരു പുത്രനുണ്ടായി. അവനാണ് ദംഭൻ. ദംഭന് ഒരുപാട് കാലം പുത്രന്മാര് ഉണ്ടാകാതെ ഇരുന്നു. അങ്ങനെ ധാരാളം തപസ്സുമൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അതായത് ദംഭൻ ശ്രീകൃഷ്ണ മന്ത്രം ഉരുവിട്ടുകൊണ്ട് 1,00,000 വർഷം പുഷ്കരത്തിൽ ചെന്ന് തപസ് ചെയ്തു എന്നും എന്നിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല എന്നും, ഒടുവില് ആ തപസ്വിയുടെ ശിരസിൽ നിന്നും ഒരു ഉജ്ജ്വലമായ തേജസ് പുറപ്പെടുകയും അത് ദിക്കെല്ലാം വ്യാപിക്കുകയും ചെയ്തു എന്നും, അതിൻ്റെ കാഠിന്യത്താൽ സകല മുനിമാർക്കും ദേവന്മാർക്കും ദോഷമുണ്ടായി എന്നും, അവര് ഇന്ദ്രനെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തിയെന്നും, ബ്രഹ്മദേവൻ പിന്നീട് മഹാവിഷ്ണുവിൻ്റെ അടുക്കലെത്തിയെന്നും, മഹാവിഷ്ണുവിനോട് സങ്കടം ബോധിപ്പിച്ചുവെന്നും, അതിനുശേഷം ശ്രീഹരി ദംഭന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും, പിന്നീട് അതിൻ്റെ ഫലമായി മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഒരു പരാക്രമശാലിയായ ഒരു വീരപുത്രൻ ജനിച്ചു എന്നും ശിവപുരാണം പറയുന്നു. അങ്ങനെ ദംഭന് ജനിച്ച പുത്രനാണ് ശംഖചൂഡൻ. ശംഖചൂഡനാണ് തുളസീദേവിയെ വിവാഹം കഴിച്ചത്. ശംഖചൂഡൻ ദംഭന്റെ പുത്രനാണ്, വീരനും പരാക്രമശാലിയുമാണ്. പിന്നീട് അവന് അസുര രാജാവായി മാറുകയും ചെയ്തു. ഈ അസുര രാജാവ് ദേവന്മാരെ എല്ലാം ആക്രമിക്കുവാൻ തുടങ്ങി. അതോടുകൂടി ദേവന്മാർക്കെല്ലാം ശത്രുവായി തീർന്നു ശംഖചൂഡൻ. അങ്ങനെ ശംഖചൂഡനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് തീരുമാനത്തിൽ എത്തിച്ചേർന്നു ദേവന്മാർ. അങ്ങനെ സ്വർഗത്തിലെല്ലാം പോയി ദേവന്മാരെയെല്ലാം ആക്രമിച്ച് അവരെ എല്ലാം അവിടുന്ന് ആട്ടി ഓടിച്ച് 3 ലോകങ്ങളും ഭരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ശംഖചൂഡൻ. അങ്ങനെ നിരാലംബരായി തീർന്ന ദേവന്മാർ വനത്തിൽ ഇങ്ങനെ കഴിയുകയാണ്. ശംഖചൂഡൻ അനേകായിരം വർഷം സകല ലോകങ്ങളും ഭരിച്ച് തുളസീദേവിയോടൊപ്പം അങ്ങനെ സുഖിച്ച് കഴിയുകയാണ്. അയാളുടെ ഭരണകാലത്ത് ദാരിദ്ര്യമോ പ്രകൃതിക്ഷോഭമോ അങ്ങനെയുള്ള ആദികളോ വ്യാധികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 4 വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും ഉള്ളവർ എല്ലാവരും തന്നെ അവരവരുടെ ധർമ്മങ്ങളിൽ ഉറച്ചു നിന്ന് ആ ശംഖചൂഡന്റെ ഭരണകാലഘട്ടത്തിൽ ജീവിച്ചു പോരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ദേവന്മാരെ എല്ലാം ഓടിച്ചു വിട്ടു, എല്ലാ ലോകങ്ങളുടെയും അധികാരം ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഒന്നും ദ്രോഹിച്ചിരുന്നില്ല, അവരുടെ ധർമ്മങ്ങളിൽ ഇടപെട്ടതുമില്ല. എല്ലാവരും അവരവരുടെ ധർമ്മങ്ങളിൽ തന്നെ ജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിലോ മറ്റു ലോകങ്ങളിലോ ഒന്നും തന്നെ യാതൊരു ദുരിതവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദേവന്മാർക്ക് അവരുടെ ലോകം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയും രക്ഷപ്പെടണം, അസുരനെ വധിക്കണം എന്ന ചിന്തയിൽ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മദേവന്റെ അടുക്കൽ ചെല്ലുന്നു. ബ്രഹ്മദേവൻ പറയുന്നു, അല്പം കൂടി ക്ഷമിക്കൂ, ശംഖചൂഡന് ധാരാളം വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവനിൽ മഹാവിഷ്ണുവിൻ്റെ അംശമുണ്ട്.
അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. എന്തായാലും ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് നമുക്ക് നാരായണനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്മാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. എന്നിട്ട് എല്ലാവരും കൂടിച്ചേർന്ന് നാരായണനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുന്നു. ആ സമയത്ത് മഹാവിഷ്ണു അവരോട് പറയുകയാണ്, ദേവകളെ, നാം എല്ലാം അറിയുന്നു, ശംഖചൂഡൻ അജയ്യനാണ്. അവനെ അത്ര പെട്ടെന്നൊന്നും ജയിക്കുവാൻ സാധിക്കുകയില്ല. അതെന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ട് ഈ ശംഖചൂഡന്റെ പൂർവ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കഴിഞ്ഞ മന്വന്തരത്തിൽ നാം കൃഷ്ണനായി അവതരിച്ച് വൃന്ദാവനത്തിലും ഗോകുലത്തിലും ലീലകളാടി നടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തോഴനായിരുന്നു സുദാമാവ് എന്ന ഗോപാലൻ. അതായത് ഇവിടെ സുദാമാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുചേലനല്ല, ഗോകുലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗോപാലൻ. ആ ഗോപാലന്റെ പേര് സുദാമാവ് എന്നായിരുന്നു. അവൻ നമ്മുടെ ഭക്തനായിരുന്നു. ഒരിക്കല് രാധികാദേവി എന്തോ നിസ്സാര കാര്യത്തിന് ആ ബാലനെ ക്രമത്തിലധികം ശകാരിച്ചു. ഗോപിമാരുടെ ഇടയ്ക്ക് രാധികയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് അല്പം അഹങ്കാരവും ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം അവൾ ആരെ ശപിച്ചാലും അത് ഫലിക്കുമായിരുന്നു. അങ്ങനെ സുദാമാവും രാധികയും തമ്മിൽ ഒരു നിസ്സാര കാര്യത്തിന് കലഹമുണ്ടാവുകയും രാധിക ആ ബാലകനെ അസുരനായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ആ ശാപത്തിന്റെ ഫലമായി അവൻ ഹിമാലയത്തിൽ എത്തിച്ചേർന്ന് ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് ധാരാളം വരങ്ങൾ സമ്പാദിച്ചു. അടുത്ത ജന്മത്തിൽ അവനൊരു ഗന്ധർവ അസുരനായി തീർന്നു. അവനാണ് ഈ ശംഖചൂഡൻ. നിഷ്കാമ കൃഷ്ണഭക്തി മൂലം അവൻ നമ്മുടെ അംശം ഉൾക്കൊള്ളുന്നു. പല വിധത്തിലും ബലവാനാണ് അവൻ. നാം അവനെ വധിച്ചാൽ അത് ആത്മഹത്യക്ക് തുല്യമാകും. അതിനാൽ നമ്മെ ഒഴിവാക്കണം. നിങ്ങൾ പരമേശ്വരനെ ചെന്ന് കാണൂ, അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞ് മഹാവിഷ്ണു കൈയൊഴിഞ്ഞു. കാരണം മുൻജന്മത്തിലെ ഭക്തനാണ്. അതുകൊണ്ട് ഈ ജന്മത്തിലും ശ്രീഹരി ഒന്നും ചെയ്യില്ല. ഭഗവാന്റെ ഭക്തവാത്സല്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടിച്ചേർന്ന് കൈലാസത്തിലേക്ക് പോയി. ബ്രഹ്മദേവനുണ്ട്, മഹാവിഷ്ണുവുണ്ട്, മറ്റു ദേവന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയുമുണ്ട്. അതായത് മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കൈലാസത്തിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് പരമേശ്വരനെ സ്തുതിച്ചു, തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ശ്രീകൃഷ്ണനും രാധാറാണിയും സുദാമാവിന് മോക്ഷം കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. അതായത് രാധാറാണി ശപിച്ചതുകൊണ്ടാണ് സുദാമാവ് എന്ന് പറഞ്ഞ ആ ഒരു ഗോപാലൻ ഇപ്പോൾ ശംഖചൂഡനായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് മോക്ഷം കൊടുക്കണമെന്ന് രാധാറാണിയും പറയുകയാണ് ശിവനോട്. അങ്ങനെ മഹേശ്വരൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് യുദ്ധനീതി അനുസരിച്ചിട്ട് ആദ്യം അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ് മഹേശ്വരൻ. ചിത്രരഥൻ എന്ന് പറഞ്ഞ ഒരു ഗന്ധർവനെയാണ് ദൂതനായി ദേവലോകത്തിലേക്ക് അയച്ചത്. എത്രയും വേഗം ദേവലോകം തിരിച്ച് ദേവന്മാർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. ഇതാണ് ദൂത്. ഈ കാര്യം ചിത്രരഥൻ ചെന്നിട്ട് ദേവലോകത്ത് ചെന്ന് ശംഖചൂഡനോട് പറയുന്നു. പക്ഷെ ശംഖചൂഡൻ പറഞ്ഞു, ഞാൻ പിടിച്ചടക്കിയതൊന്നും തിരിച്ചു കൊടുക്കില്ല, യുദ്ധത്തിന് ഞാൻ തയ്യാറാണ് എന്ന് ശംഖചൂഡൻ ചിത്രരഥനോട് പറയുന്നു. ഈ കാര്യം ചിത്രരഥൻ വന്ന് കൈലാസത്തിൽ വന്ന് മഹേശ്വരനോട് പറയുന്നു.
അങ്ങനെ യുദ്ധത്തിന് എല്ലാവരും തയ്യാറാകുന്നു. മഹേശ്വരൻ ക്ഷേത്രപാലകനെയും അഷ്ടഭൈരവന്മാരെയും മറ്റു ഭൂതഗണങ്ങളെയും കാർത്തികേയനെയും ഗണേശനെയും ഭദ്രകാളിയെയും മറ്റു ദേവകളെയും ദേവസൈന്യത്തെയും എല്ലാം കൂട്ടിക്കൊണ്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. ആ സമയത്ത് ശംഖചൂഡനും യുദ്ധത്തിന് തയ്യാറാകുന്നു. ഈ കാര്യം വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ തുളസിയെ അറിയിക്കുന്നു. തുളസിക്ക് വലിയ സങ്കടമായി. ശംഖചൂഡൻ തുളസീദേവിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് പ്രിയപ്പെട്ടവളെ നീ കരയുന്നത്? നാം ഇരുവരും കഠിനമായ തപസ് നടത്തിയിട്ടുള്ളവരല്ലേ? കഠിനമായ തപസ്സിന്റെ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടുകൂടി അനുഭവിച്ചവളല്ലേ അവിടുന്ന്? അങ്ങനെയുള്ള അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? സന്തോഷത്തോടുകൂടി നമ്മെ യുദ്ധത്തിന് അയക്കുക എന്ന് ശംഖചൂഡൻ തുളസീദേവിയോട് പറയുന്നു. അങ്ങനെ തുളസിയോട് അനുവാദവും വാങ്ങി. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളും നിത്യകർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചതിന് ശേഷം ശംഖചൂഡൻ ഒരു ദാനമൊക്കെ നടത്തുന്നു. അതിനുശേഷം പുത്രനെ രാജാവായി അഭിഷേകവും ചെയ്തു. ഭാര്യയെയും രാജ്യത്തെയും സകല സമ്പത്തുകളും ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ആ രാജാവ് യുദ്ധ കവചം ധരിച്ചിട്ട് യുദ്ധത്തിന് ഒരുങ്ങുകയും ചെയ്തു. അതായത് അഥവാ യുദ്ധക്കളത്തിൽ വെച്ച് താൻ മരിച്ചു പോയാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, രാജ്യം അനാഥമാകരുത്, അതിനു വേണ്ടിയിട്ട് പുത്രനെ രാജാവായി അഭിഷേകം ചെയ്തു. അതുപോലെ തന്നെ സമ്പത്തുകളും രാജ്യവും എല്ലാം ആരെ ഏൽപ്പിച്ചു? ഭാര്യയെയും എല്ലാം ആരെ ഏൽപ്പിച്ചു? പുത്രനെ ഏൽപ്പിച്ചു. ഭാര്യയെയും രാജ്യത്തെയും സകല സമ്പത്തുകളും പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരെയും നന്നായി നോക്കണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതിനു ശേഷമാണ് ശംഖചൂഡൻ യുദ്ധത്തിനായിട്ട് പോകുന്നത്. പിന്നീട് വലിയ യുദ്ധമാണ് നടന്നത്. എല്ലാ ദേവന്മാരും ശംഖചൂഡനോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ കാർത്തികേയനും ഗണപതിയും എല്ലാവരും സ്കന്ദദേവനോട് യുദ്ധം ചെയ്തു. കാളീദേവിയും എല്ലാവരും യുദ്ധം ചെയ്തു. പക്ഷേ ആർക്കും ജയിക്കുവാൻ സാധിച്ചില്ല. എല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ആർക്കും ശംഖചൂഡനെ വധിക്കുവാൻ സാധിക്കാത്തത് എന്ന ചിന്തയായി പിന്നീട് അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ശംഖചൂഡന്റെ കഴുത്തിൽ എന്തുണ്ട്? ശ്രീകൃഷ്ണ കവചമുണ്ട്. ശ്രീകൃഷ്ണ കവചം ശംഖചൂഡന്റെ കഴുത്തിൽ കിടക്കുന്ന ഇടത്തോളം കാലം ശംഖചൂഡനെ ആർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ തുളസി പതിവ്രതയായിരിക്കുന്ന കാലത്തോളം ഇദ്ദേഹത്തിന് മരണവും സംഭവിക്കുകയില്ല. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നു. എങ്ങനെയും ശംഖചൂഡനെ വധിക്കണം, എങ്കിൽ മാത്രമേ ലോകത്തിനു രക്ഷയുള്ളൂ. അതായത് ദേവന്മാർക്ക് തിരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശംഖചൂഡൻ മരിക്കണം. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മഹേശ്വരൻ വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നു. വിഷ്ണു എന്തു ചെയ്തു? ഒരു വൃദ്ധനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ ശംഖചൂഡന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എനിക്ക് ഭിക്ഷ വേണം, തരാമെന്ന് സത്യം ചെയ്താൽ മാത്രമേ നിന്നോട് എനിക്ക് വേണ്ട ഭിക്ഷ എന്ത് എന്ന് ഞാൻ പറയൂ എന്ന് ഈ ബ്രാഹ്മണ രൂപത്തിൽ വന്ന മഹാവിഷ്ണു ശംഖചൂഡനോട് പറയുന്നു. പഴയ കാലമാണ്. ബ്രാഹ്മണർ വന്ന് ദാനം ചോദിച്ചാൽ അത് കൊടുക്കണം, അതാണ് ധർമ്മം. അത് കേട്ട് ശംഖചൂഡൻ അങ്ങനെ ആകട്ടെ എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ വൃദ്ധ ബ്രാഹ്മണൻ ശംഖചൂഡന്റെ കഴുത്തിൽ കിടന്നിരുന്ന ശ്രീകൃഷ്ണ കവചമാണ് ചോദിച്ചത്. ശംഖചൂഡൻ യാതൊരു മടിയും കൂടാതെ ശ്രീകൃഷ്ണ കവചം
ഊരിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീകൃഷ്ണ കവചവും കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് മഹാവിഷ്ണു നേരെ തുളസീദേവിയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത്. ആ സമയത്ത് യുദ്ധക്കളത്തിലേക്ക് പോയ ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുളസി. അവിടെ ചെന്ന് തുളസീദേവിയെ കാണുന്നു. ആ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലല്ല അവിടേക്ക് ചെല്ലുന്നത്. ഈ ശ്രീകൃഷ്ണ കവചവും ധരിച്ചുകൊണ്ട് ശംഖചൂഡന്റെ രൂപത്തിലാണ് മഹാവിഷ്ണു തുളസീദേവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. തൻ്റെ ഭർത്താവാണല്ലോ വന്നത്, യുദ്ധമൊക്കെ ജയിച്ചു കാണുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി തുളസീദേവി ഓടി വരികയാണ് ശംഖചൂഡന്റെ അടുക്കലേക്ക്. അതായത് ശംഖചൂഡന്റെ വേഷം ധരിച്ചു വന്ന മഹാവിഷ്ണുവിന്റെ അടുക്കലേക്ക് തുളസി അങ്ങനെ ഓടി വരുന്നു. അങ്ങനെ തുളസീദേവി ഓടി വന്നപ്പോൾ, പ്രിയേ, നാം യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു എന്ന് മഹാവിഷ്ണു തുളസീദേവിയോട് പറയുന്നു. യുദ്ധം ജയിച്ചു എന്നറിഞ്ഞ തുളസിക്ക് വളരെയധികം സന്തോഷമാവുകയും ബ്രാഹ്മണരെ എല്ലാം വിളിച്ചു വരുത്തി ധാരാളം ദാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഭർത്താവിനെ പൂജിച്ചു. എന്നിട്ട് അവർ പരസ്പരം ആലിംഗനം ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തുളസീദേവിക്ക് മനസ്സിലായി ഇത് തൻ്റെ ഭർത്താവായ ശംഖചൂഡനല്ല. കാരണം ശംഖചൂഡന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്ന, അതായത് മഹാവിഷ്ണുവായ ശംഖചൂഡന്റെ പെരുമാറ്റത്തിൽ ഉണ്ടായിരുന്ന ചില വ്യത്യാസങ്ങൾ തുളസി തിരിച്ചറിയുകയും ഇത് തൻ്റെ ഭർത്താവല്ല എന്ന് തുളസിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ നിന്നും തെന്നി മാറിക്കൊണ്ട്, നീ ആരാണ്? നീ എന്തിനാണ് എന്നെ നശിപ്പിച്ചത്? ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ശപിക്കാനായിട്ട് പോകുന്നു തുളസി. ഉടൻ തന്നെ മഹാവിഷ്ണു തൻ്റെ സ്വരൂപം തുളസീദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു. പക്ഷേ തുളസിയുടെ കോപത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ യുദ്ധക്കളത്തിൽ നിന്നിരുന്ന പരമശിവൻ അറിയുകയും ഇതു തന്നെ അവസരം എന്ന് മനസ്സിലാക്കിയ മഹേശ്വരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൃശൂലം ശംഖചൂഡന്റെ നേർക്ക് പ്രയോഗിക്കുന്നു. തൻ്റെ നേർക്ക് തൃശൂലം പാഞ്ഞു വരുന്നത് ശംഖചൂഡൻ കാണുന്നു. അത് മാത്രമല്ല, തൻ്റെ മരണം അത് അടുത്തിരിക്കുന്നു. തൻ്റെ പ്രിയപത്നിക്ക് ഉണ്ടായിരിക്കുന്ന ആ ഒരു ദോഷം അതും ശംഖചൂഡൻ മനസ്സിലാക്കുന്നു. അതോടുകൂടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം വലിച്ച് ദൂരത്തേക്ക് എറിയുകയും ആ രഥത്തിൽ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ശംഖചൂഡൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തൃശൂലം പാഞ്ഞു വരികയും ശംഖചൂഡനെയും തേരിനെയും എല്ലാം തന്നെ കത്തി എരിയിപ്പിച്ച് കളയുകയും ചെയ്തു. ആ സമയത്ത് ആകാശത്തു നിന്നും ഒരു സുവർണ വിമാനം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ വിമാനത്തിൽ ശംഖുചക്ര ഗദാ പത്മങ്ങളും അതുകൂടാതെ മുരളിയും ധരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. ശംഖചൂഡന്റെ ആത്മാവ് ശ്രീകൃഷ്ണ പരമാത്മാവിൽ ലയിക്കുകയും ആ രഥം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ കൊട്ടാരത്തിൽ ചില സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നു. തൻ്റെ പാതിവൃത്യത്തിന് ഭംഗം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ തുളസി ഭഗവാന്റെ നേർക്ക് തട്ടിക്കയറുകയാണ്. ആ സമയത്ത് ഭഗവാൻ തുളസിയോട് പറയുകയാണ്, തുളസി, നീ കോപം അടക്കുക. ഞാൻ നിന്റെ ഭർത്താവാണ്, പക്ഷേ നിന്റെ ഭർത്താവ് അല്ല താനും. പതിവ്രതകളെ സംബന്ധിച്ചിടത്തോളം പരമപുരുഷനെ ആലിംഗനം ചെയ്താലും അത് പാതിവൃത്യത്തിന് ഭംഗമുണ്ടാക്കും. ആ നിലയ്ക്ക് നിനക്ക് അല്പം കളങ്കമുണ്ടായി. നിന്നിൽ അല്പം കളങ്കമുണ്ടായാൽ മാത്രമേ ശംഖചൂഡനെ വധിക്കുവാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. അത് വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ
തുളസിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് ഭഗവാന്റെ യഥാർത്ഥ രൂപം തുളസി ദേവി ശ്രദ്ധിക്കുന്നത്. പ്രഭോ, അങ്ങ് എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? ഇത് ധർമ്മമാണോ? അധർമ്മിയായ അസുരൻ പോലും ചെയ്യുന്ന കാര്യമാണോ അങ്ങ് ചെയ്തത്? എന്തു വലിയ തെറ്റാണ് അങ്ങ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തുളസി കരയുകയാണ്. ഭദ്രേ, കേൾക്കുക. സർവോത്തമമായ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിസാരമായ ധർമ്മങ്ങളെ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്കത് ചെയ്യേണ്ടി വന്നു. ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നാം ഭർത്താവാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേക കാലം നീ തപസ്സു ചെയ്തില്ലേ? ഇപ്പോൾ നാം പ്രത്യക്ഷപ്പെട്ട് ദർശനവും സ്പർശനവും നിനക്കു നൽകി. ഇത് തെറ്റാണോ? ഇന്ന് വധിക്കപ്പെട്ട ശംഖചൂഡൻ ആരാണ് എന്ന് അവിടുത്തേക്ക് അറിയാമോ? ഇങ്ങനെ മഹാവിഷ്ണു തുളസിയോട് ചോദിക്കുന്നു. അത് കേട്ടതും തുളസി ഞെട്ടിപ്പോയി. എന്ത്? എൻ്റെ പ്രാണനാഥൻ വധിക്കപ്പെട്ടുവെന്നോ? ഞാൻ വിധവയായി എന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ പാപിയാണ്. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണമാണ്! എൻ്റെ പാതിവൃത്യം നശിച്ചതുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങാണ്. ഇല്ല, ഞാൻ അങ്ങയെ വെറുതെ വിടില്ല. അവിടുത്തെ ലക്ഷ്മിയെ മറ്റൊരുത്തൻ പുൽകിയാൽ അവിടുന്നത് ധർമ്മമായി കരുതുമോ? എന്തൊരു കഷ്ടമാണിത്! എന്തൊരു നീതിയാണിത്! ഹേ വിഷ്ണു, നിങ്ങളുടെ മനസ്സ് കല്ലിനേക്കാൾ കഠിനമാണ്. എൻ്റെ പാതിവൃത്യ ഭംഗം വന്നതുമൂലം എൻ്റെ ഭർത്താവാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് കളങ്കമുണ്ടായതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ വെറുതെ വിടില്ല. ഞാനിതാ അങ്ങയെ ശപിക്കുന്നു. അങ്ങ് കല്ലായി തീരട്ടെ എന്ന് തുളസി മഹാവിഷ്ണുവിനെ ശപിക്കുന്നു. തുളസിയുടെ ശാപം കേട്ട് വിഷ്ണു പറയുകയാണ്, തുളസി, നീ ശപിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ദേവി, ക്ഷമയോടുകൂടി കേൾക്കുക. ശംഖചൂഡൻ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഭക്തനാണ്, ഞാൻ തന്നെയാണ്. അവനിപ്പോൾ ശാപമോചനം ലഭിച്ചിരിക്കുന്നു. നിനക്കും ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. അവൻ എന്നിൽ വന്നു ചേർന്നു. അവിടുന്ന് ലക്ഷ്മിയിൽ ചെന്ന് ചേരുക തന്നെ ചെയ്യും. നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് മഹാവിഷ്ണു തുളസിയോട് പറയുന്നു. ഭഗവാൻ പത്മനാഭൻ ഇങ്ങനെ അരുളി ചെയ്തതോടുകൂടി തുളസിയുടെ ആത്മാവ് മഹാലക്ഷ്മിയിൽ വിലയം പ്രാപിക്കുകയും അവളുടെ ഭൗതിക ജഡം ചേതനയറ്റ് നിലം പതിക്കുകയും ചെയ്തു. അതിനുശേഷം മഹേശ്വരൻ പിന്നീട് തുളസിയെ അനുഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ ജഡം ദ്രവിച്ച് മണ്ണോട് മണ്ണാകുന്ന ഈ സ്ഥലം ഗണ്ഡകി എന്ന മന്ദാകിനിയായി തീരും എന്ന് പരമശിവൻ തുളസിയെ അനുഗ്രഹിക്കുന്നു. അല്ലയോ ദേവി, കുറച്ചു കാലങ്ങൾക്കു ശേഷം എൻ്റെ വരപ്രഭാവത്താൽ ദേവപൂജയ്ക്കുപയോഗിക്കുന്ന സാധനങ്ങളിൽ തുളസിക്ക് പ്രഥമ സ്ഥാനം ഉണ്ടായിരിക്കും. മൃത്യുലോകത്തിലും പാതാളത്തിലും സ്വർഗത്തിലും എന്നും ശ്രീഹരിയുടെ അടുക്കൽ തന്നെ അവിടുന്ന് വസിക്കുകയും ചെയ്യും. പുഷ്പങ്ങളിൽ ശ്രേഷ്ഠയായി അവിടുന്ന് മാറുകയും ചെയ്യും. ഇങ്ങനെ വീണ്ടും ശിവൻ തുളസിയെ അനുഗ്രഹിച്ചു. ആ സമയത്ത് വിഷ്ണുദേവൻ മഹേശ്വരനെ സ്മരിക്കുന്നു. ശിവൻ പറയുകയാണ്, ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലത്താലാണ് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അല്ലയോ മഹാവിഷ്ണു, തുളസി ഗണ്ഡകി നദിയാകുമ്പോൾ താങ്കൾ പാറയായിത്തീരും. മൂർച്ചയേറിയ കൊമ്പുള്ള കീടങ്ങൾ പാറ തുളച്ച് മുറിച്ച് ആ കഷ്ണങ്ങൾ
നദിയിലേക്ക് ഇടും. ആ കഷ്ണങ്ങൾ പിന്നീട് സാളഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. അതിലുള്ള ചക്രങ്ങളുടെ വ്യത്യാസമനുസരിച്ചിട്ട് ലക്ഷ്മി നാരായണൻ, ശ്രീധരൻ മുതലായ പേരുകളിൽ പ്രസിദ്ധി ആർജിക്കുകയും ചെയ്യും. തുളസിയുടെ തലമുടിയിൽ നിന്ന് തുളസിച്ചെടി ഉണ്ടാകും. തുളസിയില വിഷ്ണുവിന് പ്രിയമാകും. സാളഗ്രാമം, ശംഖ്, തുളസിയില എന്നിവ ഒരുമിച്ച് സൂക്ഷിക്കുന്നവനും താങ്കൾക്ക്, അതായത് മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ശിവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ ദിവ്യരൂപിണിയായ തുളസി ദേവിയോടുകൂടി അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് തുളസി ദേവിയുടെ ശാപത്തിന്റെ കഥ. ഗണ്ഡകീ നദി ഇപ്പോൾ എവിടെയാണ്? നേപ്പാളിലാണ്. നേപ്പാളിലുള്ള ഗണ്ഡകീ നദിയിലെ സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ഏത് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്? സാക്ഷാൽ അനന്ത പത്മനാഭന്റെ ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിലെ ഗണ്ഡകീ നദിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന സാളഗ്രാമങ്ങൾ കൊണ്ടാണ്. സാളഗ്രാമം എന്ന് പറയുന്നത് എന്താണ്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. എങ്ങനെയാണ് ഭഗവാൻ സാളഗ്രാമമായി മാറിയത് എന്നാണ് ഈ കഥയിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നിരിക്കുന്നത്. തുളസീദേവി മഹാലക്ഷ്മി തന്നെയാണ്. എങ്ങനെയാണ് തുളസിച്ചെടിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായത്, വിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരിയായി മാറിയത് എങ്ങനെയാണ് എന്നുള്ള കഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുമാത്രമല്ല, സാളഗ്രാമം എങ്ങനെയാണ് സാളഗ്രാമമായി മഹാവിഷ്ണു മാറിയത് എന്നുള്ള കാര്യവും ഈ കഥയിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ സാളഗ്രാമം ഉപയോഗിച്ചിട്ടാണ്, ഗണ്ഡകീ നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം ഉപയോഗിച്ചിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ തിരുവിഗ്രഹം, കടുശർക്കര യോഗത്താൽ നിർമ്മിച്ചിരിക്കുന്ന ആ തിരുവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ അനന്ത പത്മനാഭ വിഗ്രഹത്തിന് അഭിഷേകമില്ല. അഭിഷേകം ചെയ്യുന്നതിനായി മറ്റൊരു ചെറിയ വിഗ്രഹം പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് അവിടെയാണ് അഭിഷേകം. അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവ്യമായ കല്ലാണ് സാളഗ്രാമം. എങ്ങനെയാണ് വിഷ്ണു സാളഗ്രാമമായി മാറിയത്, എങ്ങനെയാണ് തുളസിച്ചെടിക്ക് ഇത്രയും പ്രാധാന്യമുണ്ടായത് എന്നുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുളസിച്ചെടിയും തുളസിയിലയും സാളഗ്രാമവും അതുപോലെ തന്നെ ശംഖും, ഇത് മൂന്നും ആരാണ് ഒരുമിച്ച് സൂക്ഷിക്കുന്നത് അവൻ മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ടവനായി തീരും എന്ന് പരമശിവനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. വഴിയിലൊക്കെ ധാരാളം ആളുകള് സാളഗ്രാമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം കല്ലുകളൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ വ്യാജമാണ്. അതിലൊന്നും പോയി വീഴരുത്. ശരിയായ സാളഗ്രാമം അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല. പിന്നെ അതൊക്കെ മേടിച്ച് വെക്കുമ്പോൾ, വീട്ടിൽ വെച്ച് പൂജിക്കുമ്പോൾ അതിൻ്റെതായ അനുഷ്ഠാനത്തിൽ വേണം ചെയ്യാനായിട്ടുള്ളത്. സാളഗ്രാമത്തിന്റെ പ്രത്യേകത ഇതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏകാദശി ദിവസമായി ഇന്നു തന്നെ ഈ കഥ കേട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.